ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവൈരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ കുചേല ചരിതമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കാൻ തുടങ്ങിയത്. പരീക്ഷിത് മഹാരാജാവ് പ്രധാനമായിട്ടും രണ്ട് പദങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് വിഷ്ണൻ, വിശേഷജ്ഞൻ. വിഷ്ണൻ എന്നാൽ മ്ലാനൻ, പൂർണ്ണ സംതൃപ്തിക്ക് വേണ്ടി മൗനിക വ്യക്തികൾ അല്ലെങ്കിൽ ഭൗതിക വ്യക്തികൾ പല മാർഗങ്ങളും പുതിയതായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. അതിനാണ് മ്ലാനൻ. അതായത് പൂർണ്ണ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് മ്ലാനമായിരിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ട് സംതൃപ്തി ഇല്ലാതിരിക്കുക. ആ മ്ലാനത മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഭൗതിക വിഷയങ്ങളിൽ എന്താണ് മാർഗം എന്ന് അന്വേഷിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഭൗതിക വിഷയത്തിലാണ്. ഈ മ്ലാനത മാറ്റാൻ, ഇല്ലേ നമ്മുടെ വിഷമം മാറ്റാൻ എന്താ മാർഗം എന്ന് അന്വേഷിക്കുക. അതിൽ മാർഗങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയിലാണ് അതിൻ്റെ ഗുരുക്കന്മാരുടെ അടുത്തേക്ക് നമ്മൾ മാർഗം തേടിപ്പോവുക. എന്നാൽ വാസ്തവത്തിൽ അപ്പോഴും വിഷണ്ണരാണ്. വിഷണ്ണരാകുക എന്ന് പറയുന്നതും മ്ലാനത വരിക എന്ന് പറയുന്നതും വിഷമിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് തന്നെ വിഷണ്ണനാകുക എന്ന് പറയുന്നത്. മ്ലാനത എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥ. വിശേഷജ്ഞൻ എന്ന് പറഞ്ഞ എന്നുകൂടി പരീക്ഷിത് മഹാരാജ പ്രയോഗിക്കുന്നുണ്ട്. വിശേഷജ്ഞൻ, അതീന്ദ്രിയവാദികൾ രണ്ട് തരത്തിലുണ്ട്. നിർവ്യക്തന്മാരും വ്യക്തനിഷ്ഠരും. വ്യക്തതയില്ലാത്തവരും വ്യക്തതയുള്ളവരും. വ്യക്തനിഷ്ഠരെയാണ് വിശേഷജ്ഞൻ എന്ന് പറഞ്ഞാൽ വിശേഷജ്ഞാനമുള്ളവൻ എന്നുദ്ദേശിക്കുന്നത്, ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അവർ അതീന്ദ്രിയമായ ബഹുവർണാവസ്ഥയിൽ തപ്തരാണ്. ഈ വിഭാഗത്തിൽ ഭക്തജനങ്ങൾ സർവേശ്വരന്റെ വ്യക്തിഗതമായിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ വർണ്ണനകൾ കേൾക്കുമ്പോൾ ആഹ്ലാദഭരിതരാകും. ഇവിടെ ഈശ്വര സാക്ഷാത്കാരം അഥവാ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് രണ്ട് മാർഗമാണുള്ളത്. ഒന്ന് സ്വയം വിചാരം ചെയ്ത് ആത്മബോധത്തിലേക്ക് എത്തുക. അതിന് മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടതായിട്ടില്ല. ഈവൻ ഈശ്വരനെ പോലും ആശ്രയിക്കേണ്ട. നമ്മൾ സ്വയം ആത്മവിചാരം ചെയ്തുകൊണ്ട് ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുന്നത് സ്വയം ചെയ്യാവുന്നതാണ്. അതിന് മറ്റൊന്നിനെയും ഭൗതികമായിട്ടോ ആത്മീയമായിട്ടോ യാതൊന്നിനെയും ഈവൻ ഈശ്വരനെ പോലും ആശ്രയിക്കേണ്ടതായിട്ടില്ല. സ്വയം തന്നിൽ തന്നെയുള്ള ഞാൻ ആരെന്ന ആത്മവിചാരം ചെയ്ത് ആത്മബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നേരിട്ട് ജ്ഞാനയോഗത്തിലേക്ക് എത്താന്നർത്ഥം. ആത്മദർശനത്തിലേക്കും ആത്മദർശനത്തിൽ നിന്ന് പരമാത്മാ ദർശനത്തിലേക്കും അഥവാ ആത്മബോധത്തിൽ നിന്നും പരമാത്മാബോധത്തിലേക്കും സ്വയമേവ എത്തിച്ചേരാവുന്ന മാർഗമാണ്. അതിനാണ് ഗീതയിൽ അനുശാസനം തന്നെ ചെയ്യുന്നത്. ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനവസാദേ എന്ന് പറയുന്നത്. ആരാണോ ആത്മവിചാരം ചെയ്ത് തൻ്റെ ആത്മാവിനെ ആത്മാവിനുള്ള തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അവന് അനായാസേന ആത്മസാക്ഷാത്കാരം നേടാൻ സാധിക്കും. മറ്റൊന്നിനെയും ഈവൻ ഈശ്വരൻ എന്ന സങ്കല്പം പോലും നമുക്ക് ഉപാധി രൂപമാണ്. രണ്ടാമത്തെ മാർഗമാണ് യഥാർത്ഥത്തിൽ ഈശ്വരന് വിചാരത്തോടെ, അതായത് ഭക്തിമാർഗം. ഭക്തിയാഗത്തിലൂടെയും ഭക്തിയോഗത്തിലൂടെയും മോക്ഷപ്രാപ്തി സാധ്യമാണ്. സ്വയം ജ്ഞാനയോഗത്തിലൂടെയും മോക്ഷപ്രാപ്തി സാധ്യമാണ്. കർമ്മയോഗത്തിലൂടെയും സാധ്യമാണ്. പക്ഷേ അവിടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മയോഗം അനുഷ്ഠിക്കുമ്പോഴൊക്കെ ഈശ്വര അർപ്പണമായിട്ട് ചെയ്യണം. എല്ലാ കർമ്മങ്ങളും ഈശ്വര സമർപ്പിതമായിരിക്കണം. ഫലേച്ഛ ഉണ്ടാകരുത്, കർത്തൃത്വ ഭാവം ഉണ്ടാകരുത്. ഇങ്ങനെ കുറെ പ്രീ കണ്ടീഷൻസ് ഉണ്ട്. കർമ്മയോഗത്തിലൂടെ സിദ്ധി നേടാം അഥവാ ഈശ്വരപ്രാപ്തി പരമോദപ്രാപ്തി സാധിക്കണം എന്നുണ്ടെങ്കിൽ കർമ്മബന്ധനങ്ങളും വാസനാബലവും, കർമ്മബന്ധനം എന്ന് പറയുന്ന വാസനാബലമാണ്. ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഏറ്റവും വലിയ ദോഷം ഈ കർമ്മവാസനയുണ്ടാകും. വാസനാബലം വർദ്ധിക്കാനിടവരും. അറ്റാച്ച്മെന്റും മമതാബന്ധവും ഉണ്ടാവും. അത് അടുത്ത ജന്മത്തിലേക്ക് വരെ ബാധിക്കുകയും ചെയ്യും. അതാണ് കർമ്മയോഗത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം അത്ര എളുപ്പമല്ല. അവിടെയും അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാകുകയും വേണം. കർമ്മം എത്ര ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല. ആ കർമ്മയോഗത്തിലൂടെ ആ കർമ്മശുദ്ധി നേടുകയും വേണം. ഇവിടെ വിശേഷജൻ എന്ന് പരീക്ഷിത് മഹാരാജ ഉദ്ദേശിച്ച് അതീന്ദ്രിയനായിരിക്കുന്ന യോഗാവസ്ഥയിലിരിക്കുന്ന ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന ഒരാളെ പറ്റിയാണ്. അപ്പം അത് വ്യക്തി അധിഷ്ഠിതമാണ്.
വ്യക്തിനിഷ്ഠരും നിഷ്ഠരെയാണ് വിശേഷജ്ഞ എന്ന് പറയുന്നത്. വ്യക്തമായിട്ടുള്ള, അതായത് തന്നിൽ തന്നെ ഈശ്വരനെ കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് ഇവിടെ വിശേഷജ്ഞൻ അഥവാ വ്യക്തതയിൽ അനുഷ്ഠിതമായിരിക്കുന്നവൻ, തന്നിൽ തന്നെ അനുഷ്ഠിതമായിരിക്കുന്നവൻ എന്നർത്ഥം. അപ്പൊ ബ്രഹ്മനിഷ്ഠനായിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് വ്യക്തിനിഷ്ഠിതരായിരിക്കുക എന്ന് പറയുന്നത്. അവൻ അനായാസന വിശേഷജ്ഞനാകാൻ എളുപ്പം സാധിക്കുന്ന അർത്ഥം. ഈ രണ്ട് മാർഗത്തിൽ ഏതാണ് നമുക്ക് ഉചിതം യുക്തി എന്നുള്ളത് നമ്മൾ സ്വയം തീരുമാനിക്കേണ്ടതാണ്. കർമ്മയോഗത്തിലെയും സിദ്ധി നേടാം, ഭക്തിയോഗത്തിലൂടെയും സിദ്ധി നേടാം. അവിടെ ജ്ഞാനത്തിനാണ് പ്രാധാന്യം, ജ്ഞാനയോഗത്തിലൂടെയും സിദ്ധി നേടാം. ഇവിടെ അതീന്ദ്രിയനായിരിക്കുക എന്ന് പറയുന്നത്, അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധി ഉറപ്പിക്കുന്നയാള് വിശേഷജ്ഞനായിട്ട് മാറും. വിശേഷ ജ്ഞാനമുള്ളവനെയാണ് വിശേഷജ്ഞൻ എന്ന് പറയുന്നത്. അവർ അതീന്ദ്രിയമായ ബഹുവർണാവസ്ഥയിൽ തപ്തരായിരിക്കും. അവർക്ക് എല്ലാം നിരപേക്ഷമായിരിക്കുന്ന ആ നൈഷ്കർമ്മ സിദ്ധിയിലേക്ക് എത്താൻ ജ്ഞാനയോഗികൾക്ക് എളുപ്പമാണ്. ഈ ഭാഗത്തിൽപ്പെട്ട ഭക്തജനങ്ങൾ സർവേശ്വരന്റെ വ്യക്തിഗതമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ വർണ്ണങ്ങൾ കേൾക്കുമ്പോൾ ആഘാതഭരിതം. അപ്പം ഈ വിശേഷജ്ഞനായിട്ടുള്ള ഭക്തിയോഗത്തിലൂടെ വിശേഷജ്ഞനായിട്ട് മാറുന്നവര്, ഇല്ലെങ്കിൽ ജ്ഞാനയോഗത്തിലുള്ളവരാണെങ്കിലും ഈശ്വരന്റെ കഥകൾ കേൾക്കുമ്പോൾ, ഇല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള ബാലലീലകൾ ഭഗവാനെ പറ്റി കേൾക്കുമ്പോൾ അവർക്ക് എപ്പോഴും അത് കേൾക്കുമ്പോഴായിരിക്കും സന്തോഷം, ആഹ്ലാദിഭരിതരാകുക. അവർ മ്ലാനതയോ ഇല്ലേ വിഷണ്ണ അവസ്ഥയൊക്കെ വിട്ടിട്ട് ഭഗവാന്റെ, അതായത് സത്സംഗത്തിൽ അവർക്ക് എപ്പോഴും സംതൃപ്തി, ആധ്യാത്മിക മാർഗത്തിൽ അവർക്ക് എപ്പോഴും സംതൃപ്തി ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് കേൾക്കുന്നതും തമ്മിൽ പരസ്പരം ബോധിപ്പിച്ചും, ഗീതയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, സതതം കീർത്തയന്തോ മാം യതന്തസ്സ ദൃഢാവൃതരായിരിക്കുന്ന എൻ്റെ ഭക്തര് ഭഗവാനെ പറ്റി കീർത്തിച്ചും പരസ്പരം ബോധിപ്പിച്ചും എപ്പോഴും സന്തുഷ്ടരായിരിക്കും എന്ന് ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്. അതേസമയം ഭഗവാന്റെ നിർവ്യക്തമായ ഗുണവിശേഷങ്ങൾ ആകർഷരാക്കുന്ന നിർവ്യക്തികൾക്ക് ഭഗവാന്റെ വ്യക്തിഗത പ്രവർത്തനങ്ങളിലുള്ള ആകർഷണം വെറും ഉപരിതല സ്പർശി മാത്രമായിരിക്കും. അങ്ങനെയിരിക്കെ ഭഗവാന്റെ ലീലകളുമായിട്ട് സമ്പർക്കം ഉണ്ടായാൽ അവർ അതിൽ നിന്നുണ്ടാകേണ്ട നന്മ പൂർണ്ണമായിട്ടും സാക്ഷാത്കരിക്കാൻ നിർവ്യക്തർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് താത്വികമായിട്ടുള്ള ഭഗവാന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷിച്ച് താത്വികമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടായിരിക്കണം, താത്വികമായിട്ട് അതിലൊക്കെ കണ്ടെത്തണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തതയില്ലാത്ത നിർവ്യക്ത എന്ന് പറയുന്നത് ഭഗവാന്റെ ലീലകളെപ്പറ്റി പൂർണ്ണമായിട്ട് അതീന്ദ്രിയമായിട്ടുള്ള ജ്ഞാനം ഇല്ലെങ്കിൽ ആ ബോധമില്ലാത്തവർ, ആത്മബോധമില്ലാത്തവർ ഭഗവാന്റെ കഥയും ഇല്ലേ ഭഗവാന്റെ ലീലകളും ഒക്കെ പഠിച്ചു കഴിഞ്ഞാലും കേട്ടാലും എത്രയൊക്കെ കേട്ടാലും അവർക്ക് പൂർണ്ണമായിട്ട് അതിൽ ലയിക്കാൻ സാധിക്കില്ല. കാരണം എന്താ, ഈ മാനുഷികമായിട്ടുള്ള വികലതകൾക്ക് വിവേകമായിക്കൊണ്ടായിരിക്കും അവർ പൂർണ്ണമായിട്ട് ശ്രദ്ധയോടെ ആയിരിക്കില്ല കേൾക്കുക, ഇൻവോൾവ് ആകാൻ സാധിക്കില്ല എന്നർത്ഥം. എന്നാൽ കേൾക്കുന്നതൊക്കെ ഇഷ്ടമായിരിക്കും, അതായത് ഉപരിതലത്തിൽ മാത്രമേ അവരുടെ ആ ജ്ഞാനത്തിന്റെ സ്ഥിതി നിൽക്കുകയുള്ളൂ എന്നർത്ഥം. അത് കേൾക്കുമ്പോൾ അതേപ്പറ്റി ഓർമ്മ വരും, പിന്നീട് ഭൗതികതയിൽ ലയിച്ചു കഴിയുമ്പോൾ അതൊക്കെ മറക്കും, വീണ്ടും കേൾക്കുമ്പോൾ ഓർമ്മ വരും. ഇതാണ് പൂർണ്ണമായിട്ട് അതിൽ ലയിക്കാൻ പറ്റാതിരിക്കാന്ന് പറയാം. മറ്റവരങ്ങനെയല്ല, സദാസമയവും ദൃഢവ്രതന്മാരായിരിക്കും ഭഗവാന്റെ ലീലകൾ കേൾക്കുന്നതും ഭഗവാനെ പറ്റി കീർത്തിക്കുന്നതും പരസ്പരം ബോധിപ്പിച്ചുകൊണ്ടും ഒക്കെ എപ്പോഴും സന്തുഷ്ടരായിരിക്കും. അവർ ദൃഢവ്രതന്മാരായിരിക്കും. അവിടെ അചഞ്ചലമായ ഭക്തി പ്രകടമാണ്. ഇനി എന്തൊക്കെ ദുഃഖമോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടായാലും അവർ ഈ ഉപാസന ഭഗവാനിൽ ഉറച്ച മനസ്സിന് വ്യതിചലനം ഉണ്ടാകില്ല എന്നർത്ഥം. പക്ഷെ നിർവ്യക്തരായവരെ കൊണ്ട് പൂർണ്ണമായിട്ട് സാക്ഷാത്കരിക്കാൻ അവർക്ക് ഈ നിർവ്യക്തർക്ക് കഴിയുന്നതുമല്ല. അതിനാൽ ഫലാപേക്ഷയുടെ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന ഭൗതികവാദികൾക്കൊപ്പം അവരും വിഷണ്ണരായി തന്നെ കഴിയേണ്ടതായിട്ട് വരും. അപ്പൊ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന സന്തോഷം നിലനിർത്താൻ സാധിക്കില്ല. അവരിടയ്ക്കിടയ്ക്ക് വിഷണ്ണരാകും, ഇല്ലെങ്കിൽ പൂർണ്ണ തൃപ്തി വരാത്ത ഒരു ഭൗതിക ജീവിതമായിരിക്കും അവർ നയിക്കുക എന്നർത്ഥം. അത് രണ്ടു കൂട്ടരും ഭക്തിമാർഗത്തിലാണ്, ഈശ്വരനെ ഉപാസിക്കുന്നവരായിരിക്കും. പക്ഷെ രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇതിൽ ഏത് ഭാഗത്ത് പെടും, ഇടതാണോ വലത്താണോ എന്ന് നമ്മൾ തീരുമാനിക്കണം എന്നർത്ഥം. നമ്മൾ നേരിട്ട് ഭഗവാനെ ഭജിക്കുന്നവരാണോ അത് മറ്റ് ദേവതകളെ ഭജിക്കുന്നവരാണോ? നമ്മൾ ഭക്തിയിൽ നിന്ന് പൂർണ്ണമായിട്ട് അചഞ്ചല ഭക്തി ദൃഢവ്രതന്മാരാണോ? പരസ്പരം കീർത്തിക്കുകയും പരസ്പരം ബോധിപ്പിക്കുകയും ഇല്ലെങ്കിൽ ഭഗവാന്റെ ലീലകൾ കേൾക്കുമ്പോൾ ഏതൊരു കഥ കേട്ടാലും അതിനെ താത്വികമായ ബോധതലത്തിലേക്ക് ചിന്തിക്കാൻ നമുക്ക് ഇല്ലെങ്കിൽ അതിനെ എത്താൻ സാധിക്കുന്നുണ്ടോ?
ഇതൊക്കെ നമ്മൾ സ്വയം വിലയിരുത്തേണ്ടതാണ്. അപ്പോൾ മാത്രമേ നമുക്ക് അതിൽ പൂർണ്ണമായിട്ടുള്ള ഏതവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് അനലൈസ് ചെയ്ത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതാണ് ശരിക്കും തന്നെ തിരിച്ചറിയുക എന്ന് പറയുന്നത്. നമ്മൾ ഇതൊക്കെ ഉപരിതലത്തിൽ ഇതൊക്കെ കേൾക്കുകയും ഇല്ലെങ്കിൽ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുകയും തീർത്ഥാടനം നടത്തുകയും ഒക്കെ ചെയ്താലും വേണ്ടില്ല. ഈ ഉപരിതലത്തിൽ മാത്രമാണോ നമ്മൾ നിർവ്യക്തരായിരിക്കുന്നർത്ഥം. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരം നമുക്ക് ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ സാധിക്കാത്തൊരവസ്ഥ ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് നിർവ്യക്തരാണോ അത് വ്യക്തരാണോ, ദൃഢഭക്തരാണോ അത് ചഞ്ചല ഭക്തരാണോ, അതായത് പ്രകടന ഭക്തി കൊണ്ട് നടക്കുന്നവരാണോ പ്രത്യക്ഷ ഭക്തി കൊണ്ട് നടക്കുന്നവരാണോ അതോ പ്രകർഷണ ഭക്തിയുള്ളവരാണോ എന്നുള്ളത് നമ്മൾ സ്വയം കണ്ടെത്തണം. അതാണ് ഭക്തിയോഗത്തിൽ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരാകുക എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ സ്വയം ആത്മവിചാരം ചെയ്തുകൊണ്ട് നമുക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. അവർ അതീന്ദ്രിയജ്ഞാനികളായിട്ട് മാറും, യോഗസ്ഥന്മാരായിട്ട് ബ്രഹ്മനിഷ്ഠനായിട്ട് മാറും. പക്ഷേ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത്, യോഗാവസ്ഥയിലേക്കൊക്കെ എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പം സാധാരണ നിലയിലുള്ള ഭക്തർക്ക് ഏറ്റവും എളുപ്പമാർഗം ഭഗവാനെ അനന്യമായിട്ട് ശരണം പ്രാപിക്കുക, ഭഗവാന്റെ ഈ പറയുന്ന ജന്മവും കർമ്മവും ഒക്കെ താത്വികമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതും ഉപരിതല തലത്തിൽ മാത്രം നമ്മൾ അപരാം ശക്തിയെ മാത്രം ഭൗതികമായ തലത്തിൽ ആ ജ്ഞാനം നേടാൻ ശ്രമിച്ചാലും അതൊക്കെ അപരാവിദ്യയായിട്ട് അവസാനിക്കും. കാരണം ഈ പാരായണങ്ങളും ഈ കേൾവികളും ഈ ഞാൻ പറയുന്നതാണെങ്കിലും നിങ്ങൾ കേൾക്കുന്നതൊക്കെ ഉപരിതലത്തിൽ മാത്രമേ നിൽക്കുള്ളൂ. അത് കേൾക്കുമ്പോൾ ഉണ്ടാവും അതേപ്പറ്റി ഇൻസ്പിറേഷനും ഇല്ല ഇൻറ്റ്യൂഷനൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഭൗതികതയിൽ നമ്മൾ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അത് സാക്ഷാത്കരിക്കാൻ പറ്റാതെ, അതായത് നമുക്കത് പ്രായോഗിക തലത്തിലൊന്നും പ്രയോജനമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ആ ഒരു തലത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം എളുപ്പം സാധ്യമല്ല എന്നർത്ഥം. പക്ഷേ ഈ ഭക്തിമാർഗത്തിൽ പ്രവേശിച്ചാൽ കുറേശ്ശെ അപ്ഗ്രഡേഷൻ കിട്ടുകയുള്ളൂ. പെട്ടെന്ന് എത്താൻ സാധിക്കുന്നതല്ല എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടേക്കും. പലവിധ ക്ലേശങ്ങളും നമുക്കുണ്ടാവും. ഇപ്പം ബദരിയോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള തീർത്ഥാടനത്തിനൊക്കെ പുറപ്പെടുമ്പോൾ അറിയാം, നമ്മൾ വിചാരിക്കും ഇപ്പം എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉപയോഗിച്ച് പണ്ടുള്ളവർ അധിക ക്ലേശങ്ങൾ ഇതിലും നമ്മളിപ്പോൾ അനുഭവിക്കുന്നതിലും കൂടുതൽ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവരൊക്കെ ഈ ബദരി യാത്രയോ കേദാർനാഥ് യാത്രയോ ചതുർത്ഥം യാത്ര ഒക്കെ പോയിരിക്കുന്നത്. ഹിമാലയം സന്ദർശിച്ച് കൈലാസം പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അന്നത്തെ അപേക്ഷിച്ച് ഈസിയാണ്, ക്ലേശങ്ങൾ കുറവാണ്. കാരണം നമുക്കിന്ന് ശരീരത്തിൻ്റെ ക്ലേശങ്ങളെല്ലാം മറന്നുകൊണ്ട് നമുക്ക് വാഹന സൗകര്യവും ഇല്ലേ ഹെലികോപ്റ്റർ സൗകര്യവും വിമാനം സൗകര്യവും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്, ട്രെയിൻ സൗകര്യവും എല്ലാം, വാഹനങ്ങളുടെ സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ച് ഭക്ഷണക്രമങ്ങളോ ഒന്നും ഒരു വിഷമമില്ലാതെ പോയാൽ തന്നെ എല്ലാം പ്രീ അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ പോയാലും അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങളുണ്ടാകും, വിചാരിച്ചിരിക്കാത്ത ക്ലേശങ്ങളുണ്ടാകും. ക്ലേശവും അധികതരശേഷാം വ്യക്താസ ചേതസാം വ്യക്താകി ഗതിർ ദുഃഖം ദേഹവിരവാപ്യ എന്ന ഗീതയിൽ ഭക്തിയോഗത്തിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്. ഈശ്വരപ്രാപ്തി എന്ന് പറയുന്ന ഈശ്വരമാർഗം സ്വീകരിക്കുന്ന ഭക്തിമാർഗം എളുപ്പം ആണെന്ന് തോന്നിയാലും അതിലും ക്ലേശങ്ങളുണ്ട്. ഇനി ആത്മവിചാരം ചെയ്തുകൊണ്ട് താൻ തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിന് ശ്രമിച്ചാലും അതിനും ശരീരം കൊണ്ട് ക്ലേശങ്ങളുണ്ടാവും. നമുക്ക് ഏകാഗ്രമായ മനസ്സുണ്ടാക്കുക എന്ന് പറയുന്നത് പൂർവജന്മാർജിതമായ കർമ്മബന്ധനങ്ങളെ ഇല്ലാതെയാക്കി അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇതിലേത് മാർഗം സ്വീകരിച്ചാലും അനായാസേന പ്രാപ്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് നിർവ്യക്തന്മാരായിട്ടുള്ളവർക്ക് ഈശ്വര സാക്ഷാത്കാരം ഇല്ലേ ആത്മസാക്ഷാത്കാരം അത്ര എളുപ്പം കഴിയുന്നതല്ല എന്ന് ഭഗവാൻ തന്നെ ഇവിടെ പറയുന്നു. അപ്പോൾ പരീക്ഷത്തെ മഹാരാജാവ് തുടർന്നും ചോദിച്ചു, ഭഗവാന്റെ അതീന്ദ്രിയ ഗുണങ്ങൾ വർണ്ണിക്കുന്നതിലൂടെ മാത്രമേ സംസാരിക്കാനുള്ള സിദ്ധി പൂർണ്ണമാകുന്ന ഭഗവത് സേവനത്തിൽ വ്യാപൃതമാകുമ്പോഴേ കൈകൾ ലഭിച്ചതുകൊണ്ടുള്ള പ്രയോജനം സിദ്ധിക്കുകയുള്ളൂ. അതേപോലെ പൂർണ്ണമായ കൃഷ്ണ അവബോധത്തിൽ കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് മാത്രമേ മനസ്സിന് ശാന്തി ലഭിക്കുകയുള്ളൂ. സദാ വിചാരശീലനായിരിക്കണമെന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. മറിച്ച് നിരപേക്ഷ സത്യവും സർവ്വവ്യാപിയുമായിരിക്കുന്ന കൃഷ്ണനെ അദ്ദേഹത്തിൻ്റെ സ്ഥാനീക ഭാവമായിരിക്കുന്ന ആത്മരൂപത്തിൽ മനസ്സിലാക്കണം എന്നതാണ്. അപ്പോൾ സദാസമയം ഈശ്വരനെ വിചാരം ചെയ്യണം, തസ്മാ സർവേഷു കാലേഷു എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് എപ്പോഴും ഭഗവാനെ വിചാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നാണ് പറയുന്നത്. അത് ദൃഢചിത്തത അത്രമാത്രം ഉറച്ചാൽ മാത്രമേ എപ്പോഴും മനസ്സിനും ശാന്തിയും ലഭിക്കൂ. എപ്പോഴാണോ ദൃഢമാകുന്നു, അചഞ്ചലമായ ഭക്തിയിലേക്ക് എത്തുന്നു, അപ്പോൾ മാത്രമേ നമുക്ക് ഈ മനസ്സിനും ശാന്തി ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഭക്തിയുത സേവനത്തിൽ വ്യാപൃതം ആകുമ്പോഴേ, അതായത് സർവാത്മന വ്യാപൃതമാകുമ്പോൾ മാത്രമേ
ആ ഭക്തിയുടെ പ്രയോജനം സിദ്ധിക്കുകയുള്ളൂ. ആ പ്രയോജനമാണ് മനസ്സിന് ശാന്തി ലഭിക്കുക എന്ന് പറയുന്നത്. സദാ വിചാരശീലം ആയിരിക്കണമെന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. പിന്നെന്താ? മറിച്ച് നിരപേക്ഷ സത്യവും സർവവ്യാപിയുമായിരിക്കുന്ന കൃഷ്ണനെ അദ്ദേഹത്തിൻ്റെ സ്ഥാനിക ഭാവമായിരിക്കുന്ന പരമാത്മ സ്വരൂപത്തിൽ മനസ്സിലാക്കണം എന്നതാണ്. കൃഷ്ണനെ എല്ലായിടത്തും ഓരോ അണുവിലും പരമാത്മ രൂപത്തിൽ കാണാനും ചിന്തിക്കാനും കഴിഞ്ഞാൽ മാത്രമേ മനസ്സിൻ്റെ ചിന്ത, വികാരം, ഇച്ഛാശക്തി എന്നീ പ്രവർത്തനങ്ങൾ പരിപൂർണമാകുകയുള്ളൂ. ഒരു തികഞ്ഞ ഭക്തൻ ആരാധ്യനായിരിക്കുന്ന ഭഗവാനെയാണ് അയാൾ സർവത്ര പരമാത്മ രൂപത്തിൽ ദർശിക്കുന്നത്. ഭഗവാന്റെ അതീന്ദ്രിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേൾക്കുന്നതിൽ വ്യാപരിച്ചാൽ മാത്രമേ കർണങ്ങളുടെ ധർമ്മം പൂർണ്ണമാവുകയുള്ളൂ എന്ന് ഭഗവാനെയും അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയെയും നമിക്കുന്നതിൽ നിരതമാക്കിയാൽ മാത്രമേ ശിരസിൻ്റെ ധർമ്മം സ്വാർത്ഥമാകുകയുള്ളൂ. അതായത് നമ്മുടെ ബ്രെയിനാണ്, ഇല്ലെങ്കിൽ നമുക്ക് മെമ്മറി പവർ തരുന്നത് ഈ തലച്ചോറാണെന്നർത്ഥം. അപ്പോൾ ഏറ്റവും ശരീരത്തിൻ്റെ ഭാവം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് വെച്ചാൽ തല തന്നെയാണെന്നർത്ഥം. നമുക്ക് സഹസ്രാരോത്മമായിട്ടും ആജ്ഞാചക്രമായിട്ടുള്ള കണക്ഷൻ, അതായത് വിശുദ്ധി ചക്രത്തിലേക്ക് എത്തിയാൽ തന്നെ അതിന് മുകളിലാണ് ശരിക്കും ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ശക്തികളൊക്കെ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ശിരസിന് ഏറ്റവും പ്രാധാന്യം, മൂർധാവിന് പ്രത്യേകിച്ചും പ്രാധാന്യം നൽകുന്നതൊക്കെ എന്നർത്ഥം. അപ്പം ആ മൂലാധാരത്തിൽ കിടക്കുന്നതായ ഈശ്വരൻ്റെ ശക്തിയെ ഉയർത്തിക്കൊണ്ട് വരുന്നതനുസരിച്ചുകൊണ്ടേ അത് സ്വാർത്ഥകമാകുകയുള്ളൂ എന്നർത്ഥം. അത് ആജ്ഞാചക്രത്തിൽ സ്ഥിരം ചെയ്ത് നിർത്തുമ്പോഴാണ് യഥാർത്ഥ ഭക്തി നമുക്കുണ്ടാകും. അവിടെയാണ് അനന്യഭക്തി എന്ന് പറഞ്ഞാൽ ഏത് കർമ്മത്തിലേർപ്പാടും എപ്പോഴും അനങ്ങാതിരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല അർത്ഥം. മെഡിറ്റേഷൻ രൂപത്തിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അവരവരുടെ കർത്തവ്യ കർമ്മങ്ങളെ നിസ്സംഗഭാവത്തിൽ ചെയ്യാൻ സാധിച്ചാൽ അതാണ് യഥാർത്ഥ ഭക്തിയുടെ ഭാവം. അതിന് ഈ ആജ്ഞാചക്രത്തിൽ ഭഗവാന്റെ ശക്തി, ആത്മശക്തി പ്രതിഷ്ഠിതമാകണം എന്നർത്ഥം. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.